ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി. ഘടനാപരമായ പരിഷ്കാരങ്ങളിലൂടെ നിർമ്മാണ മേഖലയിൽ പരിവർത്തനത്തിന്റെ പാതയിലാണ് ഇന്ത്യയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. പത്രികകൾ ഈ മാസം 17 വരെ സമർപ്പിക്കാം. PM ധൻ ധാന്യ യോജനയ്ക്കും പയറുവർഗ സ്വാശ്രയ ദൌത്യത്തിനും പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസിക സൌഖ്യത്തിന് ജനങ്ങൾ പ്രാധാന്യം നൽകണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാനത്തെ മത്സരം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം, കേരളത്തിന് കൂടുതൽ സാമ്പത്തിക സഹായം, കടമെടുപ്പ് നിയന്ത്രണങ്ങളുടെ ലഘൂകരണം തുടങ്ങിയ വിഷയങ്ങളിൽ അടിയന്തര കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2200 കോടി രൂപ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം പ്രധാനമന്ത്രിയെ വീണ്ടും ധരിപ്പിച്ചതായും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി ഉൾപ്പെടെ 5 കേന്ദ്രമന്ത്രിമാരുമായാണ് മുഖ്യമന്ത്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന സുപ്രധാന പ്രശ്നങ്ങളിൽ കേന്ദ്രത്തിന് നിവേദനം സമർപ്പിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഘടനാപരമായ പരിഷ്കാരങ്ങളിലൂടെ നിർമ്മാണ മേഖലയിൽ പരിവർത്തനത്തിന്റെ പാതയിലാണ് ഇന്ത്യയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ വ്യവസായ സമ്മേളനത്തെ സിഡ്നിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നയപരമായ ഇടപെടലുകളിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന ആവാസ വ്യവസ്ഥ തുടർച്ചയായി ഉദാരവൽക്കരിക്കപ്പെടുകയാണ്. രാജ്യത്തെ കൂടുതൽ വ്യവസായ സൌഹൃദമാക്കുന്നതിന് ലളിതമായ സംവിധാനങ്ങൾ ആവിഷ്കരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 23,622 കോടിയോളം രൂപയിലെത്തിയിരുന്നു. ഉന്നത നിലവാരമുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഓസ്ട്രേലിയൻ കമ്പനികളെ ശ്രീ രാജ്നാഥ് സിംഗ് ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. Australia excels in niche technologies, quantum systems, autonomous underwater vehicles, and advanced maritime surveillance. India, on the other hand, offers vast manufacturing scale and economies, software prowess, and indigenous capabilities in sectors such as shipbuilding, missile technology, and space. I believe this round table can be a great catalyst to tap the unrealized potential in our defense industry collaboration. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിനായുള്ള വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറപ്പെടുവിച്ചു. 243 അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായാണ് നടക്കുക. നവംബർ 6-നാണ് 121 സീറ്റുകളിലേക്കുള്ള ഒന്നാം ഘട്ട വോട്ടെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 17-ആണ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നവംബർ 11-ന് നടക്കും. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള അന്തിമഘട്ട ചർച്ചകളിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. NDA സീറ്റ് വിഭജനം സംബന്ധിച്ച് BJP മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ ധർമ്മേന്ദ്ര പ്രധാൻ സഖ്യകക്ഷികളുമായി പട്നയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനായി വോട്ടർ ID കാർഡിനു പുറമെ ഫോട്ടോ പതിച്ച മറ്റ് 12 ID കാർഡുകൾ കൂടി ഉപയോഗിക്കാവുന്നതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആധാർ, പാൻ, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ബാങ്ക്, പോസ്റ്റ് ഓഫീസ് പാസ്ബുക്കുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ബീഹാറിലെയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലെയും ഏതാണ്ട് എല്ലാ വോട്ടർമാർക്കും ഫോട്ടോ പതിച്ച വോട്ടർ ID കാർഡുകൾ ലഭ്യമാക്കിയതായും കമ്മീഷൻ അറിയിച്ചു. കാർഷിക മേഖലയിലെ സുപ്രധാന പദ്ധതികളായ PM ധൻ ധാന്യ യോജനയ്ക്കും പയറുവർഗ സ്വാശ്രയ ദൌത്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. കർഷകക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികളാണ് ഇതെന്നും കാർഷിക മേഖലയിലെ വരുമാന വർധനയ്ക്കും ഭക്ഷ്യസുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ ഏറെ പ്രാധാന്യം നൽകി വരുന്നതായും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പ്രധാനമന്ത്രി ധൻ ധാന്യ യോജന പ്രകാരം ഉൽപാദനക്ഷമത കുറഞ്ഞ 100 ജില്ലകളെ കണ്ടെത്തി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളും. പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സ്വാശ്രയ ദൌത്യത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും കൃഷിമന്ത്രി പറഞ്ഞു. भारत दालों का सबसे बड़ा उत्पादक भी है, उपभोक्ता भी है, लेकिन सबसे ज्यादा आयात भी भारत ही दालों का करता है. तो दलहन के क्षेत्र में अभी हम आत्मनिर्भर नहीं बने हैं. दालों में आत्मनिर्भरता प्राप्त करने के लिए दलहन मिशन कृषि और किसान कल्याण विभाग ने बनाया है. इस दलहन मिशन में हमारा लक्ष्य है 2030-31 तक हम दालों के क्षेत्रफल भी बढ़ाएंगे. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യ വെല്ലുവിളികളെയും പരിഹാര മാർഗങ്ങളെയും കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം.
മാനസികവും വൈകാരികവുമായ സൌഖ്യത്തിന് എല്ലാവരും പ്രാധാന്യം നൽകണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചകൾക്കുള്ള അവസരമായി ദിനാചരണത്തെ ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ മാനസികാരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇക്കുറി ദിനാചരണത്തിന്റെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. സോമനാഥ് ക്ഷേത്രത്തിൽ ഇന്ന് ദർശനം നടത്തുന്ന രാഷ്ട്രപതി തുടർന്ന് ഗിർ ദേശീയോദ്യാനം സന്ദർശിക്കും. സാസൻഗിറിലെ പ്രാദേശിക ഗോത്ര സമൂഹവുമായും ശ്രീമതി മുർമു സംവദിക്കും. അഹമ്മദാബാദിൽ ഗുജറാത്ത് വിദ്യാപീഠത്തിന്റെ 71ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. 8ാമത് രാഷ്ട്രീയ പോഷൺ മാസാചരണത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. ഗർഭാവസ്ഥ മുതൽ വാർദ്ധക്യം വരെ ജനങ്ങളുടെ ആരോഗ്യം സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ലഡാക്കിൽ ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള അകലം ഇല്ലാതാക്കുന്നതിനും സംഘർഷം നടന്ന ലേ ജില്ലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള നടപടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറി സർവകക്ഷി സമാധാന യോഗം വിളിച്ചു ചേർത്തു. ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും സാമുദായിക പ്രമുഖരും യോഗത്തിൽ പങ്കെടുത്തു. ലഡാക്കിൽ കഴിഞ്ഞ മാസം 26 മുതൽ നിർത്തിവച്ചിരിക്കുന്ന മൊബൈൽ ഡാറ്റാ സേവനങ്ങളും ഇന്നലെ പുനഃസ്ഥാപിച്ചു. കേന്ദ്ര സർക്കാർ അടുത്തിടെ നടപ്പാക്കിയ GST ഘടനാ പരിഷ്കരണം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നവോന്മേഷം പകരുമെന്ന് വിലയിരുത്തൽ. കയർ, കശുവണ്ടി ഉൽപ്പന്നങ്ങളുടെ GST 5% 6.7 ലക്ഷം തൊഴിലാളികൾക്ക് പ്രയോജനം ചെയ്യും. സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളുടെ നികുതി 5% ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറെ ഗുണകരമാണ്. ഹോട്ടൽ, ഹോം സ്റ്റേ എന്നിവയുടെ GST 5% വിനോദസഞ്ചാര മേഖലയ്ക്കും ഉണർവ് പകരും. ഇതിഹാസ പരമ്പര മഹാഭാരതം ദൂരദർശൻ വീണ്ടും സംപ്രേഷണം ചെയ്യും. അടുത്ത മാസം 2 മുതൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്കാണ് സംപ്രേഷണം. വേവ്സ് OTTയിലും ഈ മാസം 25 മുതൽ മഹാഭാരതം പരമ്പര ലഭ്യമാക്കും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മേര യുവഭാരത് രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 31 മുതൽ നവംബർ 16 വരെ എല്ലാ ജില്ലകളിലും യൂണിറ്റി മാർച്ച് നടക്കും. പദയാത്രയ്ക്ക് മുൻപായി റീൽ മത്സരം, ലേഖന മത്സരം, ക്വിസ് മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിക്കും. മത്സരങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ മൈ ഭാരത് പോർട്ടൽ വഴിയാണ് നടക്കുക. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി ശിരീഷ് ചന്ദ്ര മുർമു ചുമതലയേറ്റു. 3 വർഷത്തേക്കാണ് നിയമന കാലാവധി. റിസർവ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2ാമത്തെയും അവസാനത്തെയും മത്സരം ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസ് എന്ന നിലയിലാണ്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 397 പോയിന്റ് നേട്ടത്തിൽ 82,569ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 121 പോയിന്റ് ഉയർന്ന് 25,303ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണം പവന് 1,360 രൂപ കുറഞ്ഞ് 89,680 രൂപയും ഗ്രാമിന് 11,210 രൂപയുമാണ് ഇന്നത്തെ വില. സ്പെയിനിനെ നാറ്റോയിൽ നിന്ന് പുറത്താക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാറ്റോയുടെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സ്പെയിൻ അംഗീകരിക്കാത്തതാണ് ഇതിന് കാരണമായി പറയുന്നത്. 2035 ആകുമ്പോഴേക്കും സൈനിക ചെലവ് 5% ഉയർത്താൻ ജൂണിൽ നാറ്റോ അംഗങ്ങൾ തീരുമാനിച്ചെങ്കിലും രാജ്യക്ഷേമം ചൂണ്ടിക്കാട്ടി സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ഇതിനോട് വിയോജിക്കുകയായിരുന്നു. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇസ്രായേലിന്റെ ക്ഷണം. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായാണ് ജനങ്ങൾ ട്രംപിനെ കണക്കാക്കുന്നതെന്ന് വ്യക്തമാക്കിയാണ് ഇസ്രായേൽ പാർലമെന്റ് സ്പീക്കർ അമീർ ഒഹാന ട്രംപിനെ അഭിസംബോധനയ്ക്കായി ക്ഷണിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി. ഘടനാപരമായ പരിഷ്കാരങ്ങളിലൂടെ നിർമ്മാണ മേഖലയിൽ പരിവർത്തനത്തിന്റെ പാതയിലാണ് ഇന്ത്യയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. പത്രികകൾ ഈ മാസം 17 വരെ സമർപ്പിക്കാം. PM ധൻ ധാന്യ യോജനയ്ക്കും പയറുവർഗ സ്വാശ്രയ ദൌത്യത്തിനും പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസിക സൌഖ്യത്തിന് ജനങ്ങൾ പ്രാധാന്യം നൽകണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാനത്തെ മത്സരം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.